പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാചകങ്ങളാണ് ആശയവിനിമയത്തിന് ഭാഷകൾ ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ വാചകത്തെ പൂർണ്ണ അർത്ഥം തരുന്ന വാക്കുകളുടെ കൂട്ടം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്ക് കംപ്ലീറ്റ് സെൻസ്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെ യോജിപ്പിച്ച് അതിൻ്റെ ഭംഗിയും വ്യക്തതയും വർദ്ധിപ്പിക്കുന്നതിൽ കണക്ടറുകൾക്ക് വലിയ പങ്കുണ്ട്. ആ കണക്ടറുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. Connectors play a big role in enhancing the beauty and clarity of a sentence. ഒരു വാക്യത്തിൻ്റെ ഭംഗിയും വ്യക്തതയും വർദ്ധിപ്പിക്കുന്നതിൽ കണക്ടറുകൾക്ക് വലിയ പങ്കുണ്ടെന്ന് പറഞ്ഞല്ലോ. Connectors are also called conjunctions, linking words or transition words. ഇത് സെൻറ്റൻസുകളെ ബന്ധിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒന്ന്, therefore, used to show the result or conclusion of a previous statement. മുമ്പത്തെ പ്രസ്താവനയുടെ ഫലമോ നിഗമനമോ കാണിക്കാൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ: She studied hard for the exam, therefore she passed with excellent marks. 2, thus. It connects two sentences or clauses, indicating that one is a direct result of the other. ഒന്ന് മറ്റൊന്നിൻ്റെ നേരിട്ടുള്ള ഫലമാണെന്ന് സൂചിപ്പിക്കുന്ന രണ്ട് സെൻറ്റൻസുകളെയോ ക്ലോസുകളെയോ ബന്ധിപ്പിക്കുന്നു. എക്സാമ്പിൾ: The company was losing money, thus they decided to restructure. 3, however, shows contrast or exceptions. വൈരുദ്ധ്യം അല്ലെങ്കിൽ ഒഴിവാക്കൽ കാണിക്കുന്നു. Example: I wanted to go to the party, however, I had too much work to do. 4, nevertheless indicates contrast or concession. വൈരുദ്ധ്യം അല്ലെങ്കിൽ ഇളവ് സൂചിപ്പിക്കുന്നു. Example: The weather was bad, nevertheless we decided to go for hiking. 5, hence shows cause and effect. കാരണവും ഫലവും കാണിക്കുന്നു. Example: The experiment failed, hence we need to revise the method. കണക്ടറുകൾക്ക് മുമ്പ് സെമിക്കോളനും ശേഷം കോമയും സാധാരണയായി ഉപയോഗിക്കുന്നു. മേൽപ്പറഞ്ഞ കണക്ടറുകളെ കൺജങ്ക്റ്റീവ് അഡ്വേഴ്ബ്സ് എന്നും വിളിക്കുന്നു. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസും ഇതിനായി ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ: although, because, whereas. വീഡിയോ ചുരുക്കിയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.